സങ്കടമൊന്നുമില്ല. എന്നാലും ചെറിയൊരു വിഷമം. എന്താന്നല്ലേ വഴിയോ പോരെയോ ദേ രാവിലെ എഴുന്നേറ്റ് ഫ്രഷ് ചെയ്യുന്നതിൻ്റെ ലാസ്റ്റ് എക്സാം ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചൊക്കെ റിവൈസ് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ റിവൈസ് ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കുറച്ച് ദിവസം മുന്നേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ എന്ത് ഈ ഒരു മാഗസിൻ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ അന്ന് രാവിലെ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഇതാണ്ടോ എൻ്റെ ക്രാഫ്റ്റ് പേജ് ചെറുതായിട്ടൊന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യും. എനിക്കാണെങ്കിൽ 8:30 സ്കൂളിൽ പോകണം. അതിനിടയിൽ തിരക്ക് പിടിച്ചിരുന്നിട്ടാണ്ടോ ഈ വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്ത് എൻ്റെ ക്രാഫ്റ്റ് പേജിലേക്ക് ഇടാൻ വേണ്ടിയിട്ട്. അങ്ങനെ നേരെ പോയി കുളിച്ച് ഫ്രഷ് യൂണിഫോമൊക്കെ ഇട്ടിട്ട് പിന്നെ ഇതെൻ്റെ ലാസ്റ്റ് ഡേ ഓഫ് സ്കൂളായിരുന്നു. കാരണം ഇന്നും കൂടി എനിക്ക് ഈ ഒരു യൂണിഫോം ഇട്ട് ആസ് എ സ്റ്റുഡൻറ്റ് സ്കൂളിൽ പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതായിരുന്നു ഞാൻ ആദ്യം പറഞ്ഞ വിഷമം. വിഷമമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിഷമമുണ്ട്. അതേപോലെ തന്നെ കുറച്ച് സങ്കടമുണ്ട്. എന്താണെന്നറിയില്ല, കുറച്ച് മാസത്തെ സ്ട്രെസ്സിന് ശേഷം ഞാൻ കുറച്ച് ഫ്രീ ആവാൻ പോകുന്നതിൻ്റെ സന്തോഷമായിരിക്കും. അങ്ങനത്തെ അവർക്ക് കൊടുക്കാൻ പറ്റുള്ള ഗിഫ്റ്റൊക്കെ ഞാൻ കവർ ചെയ്ത് നേരെ ബാഗിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് നേരെ സ്കൂളിലേക്ക് കണ്ടോ പോയത്. അല്ലെങ്കിൽ ലാസ്റ്റ് മിനിറ്റ് പഠിത്തം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഓട്ടോയിൽ ഇരുന്ന് കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ കുറച്ച് ഗ്രാമർ ഉണ്ടായിരുന്നു. അതൊക്കെ നോക്കി നേരെ സ്കൂളിലേക്ക് പോയി. പിന്നെ അത് കഴിഞ്ഞ് 12:30 ആയപ്പോഴേക്കും ഉമ്മച്ചീനെ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ സ്കൂൾ കഴിഞ്ഞതിൻ്റെ ഒരു സന്തോഷം എൻ്റെ മുഖത്തുണ്ട്. അതേപോലെ തന്നെ ഒരു സങ്കടവും എൻ്റെ മുഖത്തുണ്ട്. ഒന്നുമില്ലെങ്കിലും കുറച്ച് ദിവസം കുറച്ച് സ്ട്രെസ് ഫ്രീ ആയിട്ടിരിക്കുമല്ലോ. അങ്ങനെ നേരെ വീട്ടിലേക്ക് വന്ന് എൻ്റെ ഫ്രണ്ട് തന്നതാണ് ഈ ഒരു ബുക്കും അതിൻ്റെ കൂടെ തന്നെ ഒരു ലെറ്ററും ഉണ്ടായിരുന്നു. വളരെ കിഡ്നി ടച്ചിങ് സ്റ്റോറി ആയിരുന്നു അതിലുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ വായിച്ച് കുറച്ച് സങ്കടമൊക്കെ തോന്നി. എന്നാലും കുഴപ്പമില്ല. പിന്നെ എൻ്റെ ക്ലാസ് കഴിഞ്ഞിട്ടുള്ള എൻ്റെ മെയിൻ ടാസ്ക്കാണ് ഈ ഒരു ടേബിൾ മൊത്തത്തിലൊന്ന് വൃത്തിയാക്കി എടുക്കുക എന്നുള്ളത്. ഫുൾ എൻ്റെ ബുക്സ് കൊണ്ട് അലങ്കോലമായിട്ടിരിക്കുമായിരുന്നു. പിന്നെ ഞാൻ ചെന്നൊന്ന് ഫ്രഷ് ആയിട്ട് വന്നു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് യൂണിഫോം മാറ്റാൻ ഒരു മൂഡും ഉണ്ടായിരുന്നില്ല. സാധാരണ ഒരു 12:30 1 മണിക്ക് ആകുമ്പോഴേക്കും എനിക്ക് വിശക്കുന്നതാണ്. അന്നത്തെ ദിവസം ആയപ്പോഴേക്കും എനിക്ക് വിശപ്പില്ല, ദാഹമില്ല. സ്കൂൾ കഴിഞ്ഞ് വന്നപ്പോഴേക്കും മൊത്തത്തിലൊരു മൂകത പിടിച്ചൊരു ടൈമായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ഉച്ചയ്ക്ക് ശേഷം ഒരു വർക്ക് കൊടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ പണിയിലായി. മടി പിടിച്ചിരുന്നതിന് ഒന്നും നടക്കത്തില്ല. എനിക്ക് വൈകിട്ട് കൊടുക്കാനുള്ള ഓർഡർ ആയിരുന്നു. എന്തായാലും ഞാൻ ചെയ്യാനുള്ള ജോലി ഞാൻ തന്നെ ചെയ്താലേ പറ്റത്തുള്ളൂ. പിന്നെ പ്രത്യേകിച്ച് അത് കഴിഞ്ഞ് വേറെ ഒരു ജോലി ഇല്ലാത്തതുകൊണ്ട് കിടന്നു ഇരുന്നും വൈകുന്നേരം വരെ ഞാൻ എങ്ങനെയെങ്കിലും സമയം കളഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പോഴേക്കും എനിക്കൊരു ഓർഡറിൻ്റെ വീഡിയോയും ഫോട്ടോസും എടുക്കാനുണ്ടായിരുന്നു. കുറച്ച് വെട്ടത്തെ വെച്ചിട്ട് നേരെ ടെറസിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. വീട്ടിലെങ്ങും വെട്ടം കിട്ടാത്തതുകൊണ്ട് വെയിൽ കൊണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ടെറസിലേക്ക് വന്നു. പിന്നെ അതൊക്കെ കഴിയുമ്പോൾ ചായ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും കുടിച്ച് കുറച്ച് നേരം വെളിയിലിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഈ ഒരു ഡേറ്റ്സും കഴിച്ചതിനിടയിൽ ഈ ടേബിൾ ഒതുക്കാൻ സമയം കിട്ടിയിട്ടും ഞാൻ ഒതുക്കിയില്ല. എന്താണെന്ന് അറിയില്ല, ഒരു മനസ്സുഖം. പിന്നെ അത് കഴിഞ്ഞ് രാത്രിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഉമ്മച്ചി രാത്രി ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഓടിച്ചെന്ന് അത് വാങ്ങി നേരെ വീട്ടിലേക്ക് വന്നു. കറക്റ്റ് 7:30 മുന്നേ ഡിന്നർ കഴിക്കണം എന്നുള്ളത് നമ്മുടെ പോളിസി ആയതുകൊണ്ട് അത് അപ്പോഴും തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നേ. നമ്മൾ ഫ്രൈഡ് ചിക്കൻ ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സർവ്വമായൊക്കെ കണ്ട് ഒരു 3-4 തവണ ഞാൻ ഹോട്ട്സ്റ്റാറിൽ കണ്ട സിനിമയാണെങ്കിലും വീണ്ടും വീണ്ടും കാണുമ്പോൾ ഒരു പ്രത്യേക സുഖം. അതൊക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ച് കറക്റ്റ് ഒരു 9:30 ആയപ്പോഴേക്കും പ്രത്യേകിച്ച് പണി നിർത്തില്ലെങ്കിലും ഭയങ്കര ക്ഷീണം. അങ്ങനെ നേരെ കിടക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ.